ഹായ് ഓൾ ഇന്നിതാ നമ്മൾ എവിടെയാ പോകുന്നതെന്നറിയോ? കയാക്കിങ്ങിന് പോവാട്ടോ കടമക്കുടിയില്. നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട് ട്ടോ. പാർക്ക് ചെയ്യാനൊന്നും സ്ഥലങ്ങളൊക്കെ കുറവാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടി ബൈക്കിനാട്ടോ പോകുന്നത്. നല്ല രസമാണ് പോരുന്ന വഴിക്ക് കാണാനൊക്കെ. അതൊക്കെ ആസ്വദിച്ചതാ നമ്മളവിടെ എത്തിയപ്പോഴേക്കും എന്താ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഇതാ ഇവര് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. ഇനി ഇവിടുന്ന് നമ്മളെ കയാക്കിങ്ങിന്റെ ബോട്ടൊക്കെ കിടക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുപോകും. നല്ല രസമായിരുന്നു ട്ടോ. വഞ്ചിയിലൊക്കെ കയറിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. വഞ്ചിയിലേക്ക് കയറാനും ഇറങ്ങാനും നല്ല പേടിയുണ്ടെങ്കിലും അതിലിങ്ങനെ യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടാട്ടോ. പിന്നെ ദാ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയൊരു ട്രെയിനിങ് സെക്ഷൻ തരും ട്ടോ. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന്. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ. ഋതുവിന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിവിടെ വരുന്നവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് 2 പേർക്ക് കയറിയിരുന്ന് ഓടിക്കാൻ പറ്റിയ കയാക്കിങ്ങിന്റെ ബോട്ട് ഉണ്ടല്ലോ അതായിരിക്കും എന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്ന ആ ചേട്ടന്മാരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഗൈസ്, ഒറ്റയ്ക്ക് പോകാൻ പറ്റിയ ബോട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന്. പിന്നെ ദാ എല്ലാവരും കയറാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനായിട്ട് മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. രണ്ടും കൽപ്പിച്ച് ഞാനും കയറിയിട്ടോ. ഇവിടെ കയറിയിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ എൻ്റെ നെഞ്ചിൽ പഞ്ചാരി മേളമായിരുന്നു. ഇച്ചയുള്ള ധൈര്യത്തിൽ മാത്രമാട്ടോ ഞാനിതിൽ കയറിയത്. മുങ്ങിപ്പോയാൽ നീന്താൻ അറിയില്ല, പാമ്പ് വരും, അങ്ങനെ പല ടെൻഷൻ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടോ. തുഴയാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് കയറിയിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഏരിയ ഇങ്ങനെ കറക്കും. ഒരു 1 അവറോളം നമുക്ക് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കാം കേട്ടോ. അത് നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് ഏരിയ ചെല്ലുമ്പോൾ നല്ല ഓളവും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മളുടെ മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് ഇതാ ഈ ചേട്ടന്മാരുണ്ടാവും കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റെക്ക് ആകുമ്പോൾ അവർ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ്. അങ്ങനെ കേട്ടോ ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ ഒന്നും അറിയാത്തവർക്കും ദാ കയാക്കിങ്ങിന് പോകാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോളൂ. അടിപൊളിയാണ്. ഒരാൾക്ക് ഏകദേശം 500-600 രൂപ റേഞ്ച് ആട്ടോ വരുന്നത്. ഞങ്ങളിതാ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോൾ നല്ലൊരു ചായയും സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി താ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. എല്ലാവർക്കും ടാറ്റ, ബൈ.